The decimal representation of 11 by 2 raised to 3 into 5 will option A terminate after 1 decimal place, B terminate after 2 decimal place, C terminate after 3 decimal place, D do not terminate. First step 11 by 2 raised to 3 into 5 ne terminating decimal expansion ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ബിക്കോസ് ഓപ്ഷൻസിൽ ടെർമിനേറ്റിംഗ് എന്നുണ്ട്, ഡു നോട്ട് ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് വിൽ ഇറ്റ് ടെർമിനേറ്റ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുകിൽ 2 raised to n ഓർ 5 raised to m ഓർ ബോത്ത് 2 raised to n into 5 raised to m ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് പറയാം ആ റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? 2 raised to 3 into 5, that is 2 raised to 3 into 5. 5 is same as 5 raised to 1 അല്ലേ. അതായത് here denominator is of the form 2 raised to n into 5 raised to m, which implies the decimal representation is terminating. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് വിൽ ഇറ്റ് ടെർമിനേറ്റ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു ഡിവിഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, സെയിം നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ കൺസിഡർ ചെയ്യുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഡിനോമിനേറ്ററും 10 to the power സം നമ്പറാണ് അല്ലേ. ഫസ്റ്റ് 10 raised to 1, 10 raised to 2, 10 raised to 4, 10 raised to 5. ഡിനോമിനേറ്റർ 10 to the power സം നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് ഡിവൈഡ് ചെയ്യുമ്പം ഇതിൻ്റെ ആൻസർ ആ സെയിം ന്യൂമറേറ്റർ തന്നെയായിരിക്കും വരിക. ഡെസിമൽ പോയിന്റിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ അല്ലേ. അതായത് ഇത് സെയിം 1 2 3 4 5 തന്നെയായിരിക്കും ആൻസർ വരിക. ഇവിടെ ഫസ്റ്റ് കേസിൽ ഡിനോമിനേറ്റർ 10 to the power 1 ആണ്, അതായത് ഡിനോമിനേറ്ററിൽ 1 0 ആണുള്ളത്. സോ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ്, അതായത് 1 ഇവിടെ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് വേണം. ആൻസർ ഇസ് 1 2 3 4.5 അല്ലേ. ഇപ്പം സെക്കൻഡ് കേസിൽ 10 to the power 2, അതായത് 2 zeros ആണ്. ദാറ്റ് മീൻസ് ആൻസറിൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് വേണം. 1 2, ആൻസർ ഇസ് 1 2 3.45. നെക്സ്റ്റ് ഇവിടെ ഡിനോമിനേറ്ററിൽ 10 to the power 4 ആണ്, അതായത് 4 zeros ആണ്. ദാറ്റ് മീൻസ് പോയിന്റിന് ശേഷം 4 ഡിജിറ്റ്സ് വേണം. 1 2 3 4, ആൻസർ ഇസ് 1.2345. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് 10 raised to 5 ആണ്. ഡിനോമിനേറ്ററിൽ 5 zeros ഉണ്ട്. ആൻസറിൽ പോയിന്റിന് ശേഷം 5 ഡിജിറ്റ്സ് വേണം. 1 2 3 4 5. സോ ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് എക്സാമ്പിളിൽ ഡിനോമിനേറ്റർ 10 to the power 1 ആണ്, അതായത് ഡിനോമിനേറ്ററിൽ 1 0 ആണ് ഉള്ളത് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ 1 decimal place അല്ലേ. സെക്കൻഡ് കേസിൽ 2 zeros ആണ്, 10 to the power 2 ആണ്, 2 zeros ആണ്. സോ ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ 2 decimal places അല്ലേ. അങ്ങനെ ലാസ്റ്റ് കേസിൽ 5 zeros ആണ്, 10 to the power 5 ആണ്. ദാറ്റ് മീൻസ് ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ 5 decimal places. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്നത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതായത് 11 by 2 raised to 3 into 5 അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് ടെർമിനേറ്റ് ആവും എന്ന് മാത്രമേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോൾ ഡിനോമിനേറ്ററിനെ നമ്മൾ 10 to the power സം നമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ 10ൻ്റെ പവർ എത്രയാണോ ആഫ്റ്റർ ദാറ്റ് ഡെസിമൽ പ്ലേസസ് ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ വിൽ ടെർമിനേറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമ്മളുടെ എയിം എന്താണ്? ഇവിടെ ഡിനോമിനേറ്ററിനെ നമുക്ക് 10 to the power സം നമ്പർ ആക്കണം. ആൻഡ് ഇവിടെ ഡിനോമിനേറ്റർ 2 raised to 3 into 5 raised to 1 ആണ് അല്ലേ. അതായത് ഡിനോമിനേറ്ററിലുള്ള പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2 and 5 ആണ്. ആൻഡ് വി നോ ദാറ്റ് 10 എന്ന് പറയുന്നത് എന്താണ്? 2 into 5 ആണ്, അതായത് 2 raised to 1 into 5 raised to 1. ഓക്കെ, അപ്പോൾ 10 raised to 2 എന്ന് പറഞ്ഞാൽ 10 into 10. ഇപ്പോൾ 10 raised to 2 എന്ന് പറഞ്ഞാൽ 10 into 10 അല്ലേ. ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 2 into 5 into 2 into 5. ഓക്കെ, ഇതിന് നമുക്ക് 2 raised to 2 into 5 raised to 2 എന്ന് എഴുതാം. 10 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to 1 into 5 raised to 1. 10 raised to 2 എന്ന് പറഞ്ഞാൽ 2 raised to 2 into 5 raised to 2. That is 2 into 5 whole raised to 2. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10 raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 5 whole raised to n ആണ്. അതായത് 2 and 5ന് സെയിം പവർ ആണെങ്കിൽ നമുക്കതിന് 2 into 5 whole raised to n എഴുതാം. ദാറ്റ് ഇസ് 10 to the power ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 and 5ന് സെയിം പവറാണ്,
that is 2 into 5 whole raised to 2, that is 10 raised to 2. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ 10 to the power some number ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഡിനോമിനേറ്ററിൻ്റെ 2നും 5നും സെയിം പവർ ആക്കണം. നമ്മളെ ക്വസ്റ്റ്യൻ 11 by 2 raised to 3 into 5 ആണ്. 5 is same as 5 raised to 1. ഓക്കെ, അപ്പോൾ നമ്മളുടെ എയിം എന്താണ്? ഇവിടെ 5ൻ്റെ പവറും നമ്മൾ 3 ആക്കണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഇൻറ്റു 5 raised to ഓൾറെഡി 1 5 ഉണ്ട്, 2 ചെയ്യാം അല്ലേ? ദറ്റ് ഇസ് 1 + 2 = 3. അപ്പോൾ നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ അഡീഷണൽ സ്റ്റെപ്പ് ചെയ്യുന്നത് ആ സെയിം സ്റ്റെപ്പ് നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യും. സോ വാട്ട് എവർ ബി ദ നമ്പർ, മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ദ സെയിം നമ്പർ ആൻഡ് ദ നമ്പർ ഹിയർ ഇറ്റ് ഇസ് 5 raised to 2 equal to 11 into 5 raised to 2 divide by 2 raised to 3 into 5 raised to 1 into 5 raised to 2. We know that a raised to n into a raised to m is equal to a raised to n plus m. അപ്പോൾ അതേപോലെ ഇവിടെ 5 raised to 1 into 5 raised to 2 ബേസ് സെയിം ആണ്. സോ ദിസ് ഈക്വൽ ടു 5 raised to 1 plus 2 that is equal to 5 raised to 3. Okay, so 2 raised to 3 into 5 raised to 3 equal to 11 into 5 raised to 2 divided by 2 raised to 3 into 5 raised to 3 same power ആണ്. So 2 into 5 whole raised to 3 that is equal to 11 into 5 raised to 2 by 2 into 5 10 raised to 3. അപ്പോൾ ഡിനോമിനേറ്ററിൽ 10 to the power 3 ആണ് അല്ലേ? That implies the decimal representation will terminate after 3 decimal places. So answer is option C, terminate after 3 decimal places.